നമസ്കാരം. ഞാൻ ഡോക്ടർ അഞ്ജലി അമൻ, ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ. എന്നും രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്ത് കുറച്ച് വെള്ളത്തിൽ ഞാനിവിടെ ഈ പറയാൻ പോകുന്ന ഒരു കാര്യമായിട്ട് തിളപ്പിച്ച് വെറും വയറ്റിൽ നിങ്ങൾ തുടർച്ചയായിട്ട് കഴിച്ചു വരികയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഗ്യാസിൻ്റെതായിട്ടുള്ള പ്രശ്നമുണ്ട്, അസിഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വയറ് നന്നായിട്ട് വീർത്ത് വരിക, ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ഒരു മനസ്സ് തോന്നാത്തതുപോലെ, ശോധന ശരിയായിട്ടുള്ള രീതിയിൽ ഉണ്ടാകുന്നില്ല, ഹോർമോൺസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, മെറ്റബോളിസം റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഈവൻ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പോലും അവർക്ക് എല്ലാവർക്കും ഒരുപോലെ റിസൾട്ട് കിട്ടുന്ന ഉപയോഗപ്പെടുന്ന ഒരു ഡ്രിങ്ക് ആണ് ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത്. പക്ഷെ ചില ആൾക്കാർ പറയുന്നത് കേൾക്കാം, ഈ ഒരു ഡ്രിങ്ക് കഴിച്ചതിന് ശേഷം അത്രയും ബെനിഫിറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള റിസൾട്ട് അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യം. കാരണം അത് ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാത്തത് കൊണ്ടായിരിക്കാം അവർക്ക് ആ റിസൾട്ട് കിട്ടാത്തത്. അപ്പൊ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഞാനിവിടെ പറയുന്നുണ്ട്. മറ്റൊന്നുമല്ല, പെരിഞ്ജീരകത്തിന്റെ വെള്ളം. പെരിഞ്ജീരകം മാത്രമല്ല കേട്ടോ, രണ്ട് സീക്രട്ട് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് കൂടി ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു പെരിഞ്ജീരകത്തിന്റെ വെള്ളം എന്നും രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുക, അതുപോലെ തന്നെ ആർക്കൊക്കെ ഇത് കുടിക്കാം, ആരൊക്കെ ഇത് അവോയ്ഡ് ചെയ്യണം, ഏത് സമയത്ത് കുടിക്കണം, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ എല്ലാ അറിവും ലഭിക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോയിലേക്ക് വരാം. പെരുംജീരകം നമ്മൾ നോക്കുകയാണെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു റെമഡിയാണ്, നമ്മുടെ ദഹനത്തിനെ നന്നായിട്ട് കൂട്ടുന്നതിനും അതുപോലെ തന്നെ ഡീടോക്സിഫിക്കേഷൻ, ശരീരത്തിൽ എന്തെങ്കിലും വേസ്റ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നന്നായിട്ട് പുറന്തള്ളാനൊക്കെ സഹായിക്കുന്ന ഒരു റെമഡി ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ആയുർവേദപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പെരുംജീരകത്തിന് ഒരു ഉഷ്ണഗുണ പ്രോപ്പർട്ടി, കുറച്ചൊരു ചൂടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അഗ്നിനെ കുറച്ചൊന്ന് കൂട്ടിയിട്ട് നമ്മുടെ മെറ്റബോളിസത്തിനും അത് നന്നായിട്ട് സഹായിക്കും. അപ്പൊ മെറ്റബോളിസം കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ ഉണ്ടാവുക, അവിടെ ഉണ്ടാകുന്ന ഗ്യാസും അസിഡിറ്റി ഒക്കെ നന്നായിട്ട് കുറയും ചെയ്യും. അപ്പൊ ഇത്രയും ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പെരുംജീരകത്തിന് പല രീതിയിൽ ഉപയോഗിച്ച് വരാറുണ്ട്. ചില ആൾക്കാരൊക്കെ കാണാം, ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് പെരുംജീരകമൊക്കെ വായിൽ ഇങ്ങനെ ചവയ്ക്കുന്ന ആൾക്കാരും ഉണ്ട്. ചില ആൾക്കാർ രാവിലെ ഇങ്ങനെ വെറും വയറ്റിൽ കുറച്ച് വെള്ളമൊക്കെ തിളപ്പിച്ചിട്ട് അങ്ങനെയും കുടിക്കുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ മറ്റൊരു ഗുണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് വെയിറ്റ് ലോസിന് വളരെ നല്ലതാണ് കേട്ടോ. ഇപ്പൊ നമുക്ക് കൂടുതലായിട്ട് ക്രേവിങ്സ് നന്നായിട്ട് ഉണ്ടാവാന്ന് വിചാരിക്കും, എപ്പോഴും ഇങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ത്വര, അല്ലെങ്കിൽ നന്നായിട്ട് കൂടുതൽ ഇങ്ങനെ വിശപ്പ് നന്നായിട്ട് നിൽക്കുക, അതിനൊക്കെ നന്നായിട്ട് കുറയ്ക്കാനും പറ്റും. അപ്പൊ ഈ വെയിറ്റ് ലോസിനൊക്കെ വേണ്ടിയിട്ട് പല ആളുകളും പെരുംജീരകത്തിന്റെ വെള്ളം ഇങ്ങനെ രാവിലെ തന്നെ വെറും വയറ്റില് ഇളം ചൂടോട് കൂടിയിട്ടും കുടിച്ചു വരാറുമുണ്ട്. ഇനി മറ്റ് കുറച്ച് പ്രോപ്പർട്ടീസും കൂടി നോക്കുകയാണെങ്കിൽ ലേഡീസിന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസിനെ അതിനെ നന്നായിട്ട് മാനേജ് ചെയ്ത് വരിക, മെറ്റബോളിസം റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളും, അതായത് ഡയബറ്റീസ്, ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ, അതിനൊക്കെ നിയന്ത്രിക്കാനും പെരുംജീരകം നമ്മൾ കഴിച്ചു വരുന്നത് വളരെ സേഫ് ആണ്. അപ്പൊ നമ്മൾ ഓവറോൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഡെയിലി കഴിക്കുന്നതും വളരെ സേഫ് ആണ്, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും സേഫ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണിത്. അപ്പോ ഇന്നത് എങ്ങനെയൊക്കെ നമ്മൾക്ക് കഴിക്കാം എന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്കത് വേണമെങ്കിൽ കഴിക്കാം. ഒന്നാമത്തെ രീതി നോക്കുകയാണെങ്കിൽ കുതിർത്ത് വെച്ചിട്ട് ആ ഒരു വെള്ളം അങ്ങനെ കുടിക്കാം. രണ്ടാമതായിട്ട് തിളപ്പിച്ചിട്ട്. ഒന്നാമത്തെ ഒരു മെത്തേഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് നിങ്ങൾ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ടിട്ട് നന്നായിട്ട് അടച്ചു വെക്കുക. രാവിലെ ആവുന്ന സമയത്ത് ആ ഒരു വെള്ളം അരിച്ചിട്ട് ആ ഒരു വെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ കുടിക്കാം. രണ്ടാമത്തെ ഒരു മെത്തേഡ് നോക്കുകയാണെങ്കിൽ അതാണ് എന്റെ കുറച്ചുകൂടി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കി കഴിഞ്ഞാൽ 1.5 ഗ്ലാസ് വെള്ളം എടുക്കുക. 1.5 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകവും അതുപോലെ തന്നെ രണ്ട് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടി ഉണ്ട്. രണ്ടാമത്തെ കാര്യമാണ് ഗ്രാമ്പൂ. 1 2 ഗ്രാമ്പൂ എടുക്കുക, 1 2 ഗ്രാമ്പൂ കൂടി ഇടുക. അതിലേക്ക് മൂന്നാമതായിട്ട് ഒരു നുള്ള് ജീരകം, 1 ടീസ്പൂണും 1/2 ടീസ്പൂണൊന്നും വേണ്ട, ഒരു നുള്ളു മാത്രം ജീരകം ഇടുക. എന്നിട്ട് ഇതൊക്കെ നന്നായിട്ട് തിളപ്പിച്ചിട്ട് 1.5 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് ആക്കി മാറ്റുക. എന്നിട്ട് കുറച്ചു നേരം അത് ചൂടാറാനായിട്ട് വെക്കുക. ചൂടാറിയിട്ട് ആ ഒരു വെള്ളം നിങ്ങൾ സിപ്പ് സിപ്പായിട്ട് ഇങ്ങനെ പതുക്കെ ഒരു ഒരു എഴുന്നേറ്റ് ഒരു അരമണിക്കൂറിനുള്ളിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. ഒരു ഇളം ചൂടോട് കൂടിയിട്ട് ആ വെള്ളം മുഴുവൻ കുടിച്ചതിന് ശേഷം അതിലുണ്ടാകുന്ന ഈ ജീരകവും ഗ്രാമ്പും പെരുംജീരകവും ചവച്ചരച്ച് കഴിക്കാനും കൂടി ശ്രദ്ധിക്കുക. വളരെ ബെനിഫിറ്റ് ആയിരിക്കും. നിങ്ങൾ എല്ലാവരും ഈ ഒരു വെള്ളം മാത്രമേ കുടിക്കുള്ളൂ, പക്ഷെ ഇതും കൂടി നിങ്ങൾ ചവച്ചരച്ച് കഴിക്കുന്നതിലൂടെ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ഗ്യാസിൽ കാണാനായിട്ട് പറ്റും. പിന്നെ വേറെ കുറെ ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്, ചിലർ ഇഞ്ചി ഇടുന്നവരുണ്ട്, അയമോദകം ഇടുന്നവരുണ്ട്. തെറ്റാണെന്നല്ല പറയുന്നത് ഞാൻ, പക്ഷെ ചില ആളുകൾക്ക് ഈ അയമോദകം അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ കുറച്ചും കൂടി ചൂട് കൂട്ടും. ഈ ആസിഡ് റിഫ്ലക്സ് ഒക്കെ ഉള്ളവർക്ക് ഇഞ്ചിയും അയമോദകം ഒക്കെ കുറച്ചും കൂടി കൂട്ടാനായിട്ടുള്ള സാധ്യത ഉള്ളത് കൊണ്ട് എല്ലാവരും ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് എത്ര അളവിൽ കുടിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ മാക്സിമം 1 ഗ്ലാസ് അല്ലെങ്കിൽ 2 ഗ്ലാസ്, അത്രയും മാത്രം മതി, കൂടുതലായിട്ട് കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏത് സമയത്ത് നമ്മൾ കുടിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ എഗെയിൻ ഞാൻ പറയാണ്, രാവിലെ എഴുന്നേറ്റ് വന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ വെറും വയറ്റിൽ നിങ്ങൾ ഈ ഒരു വെള്ളം കുടിക്കാനായിട്ട് നോക്കുക, 1 ഗ്ലാസ്.
പക്ഷേ ഇപ്പൊ നിങ്ങൾക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഭക്ഷണത്തിന് ഒരു അരമണിക്കൂർ മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡ്രിങ്ക് കുടിക്കാം. അരമണിക്കൂർ മുന്നേ നിങ്ങൾ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുമ്പോൾ എന്ത് ബെനിഫിറ്റ് നമുക്ക് കിട്ടാന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വിശപ്പുണ്ടല്ലോ, കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കേണ്ട ഒരു ക്രേവിങ്സ്, ആ ഒരു ക്രേവിങ്സിനെ നിങ്ങൾക്ക് നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിലൂടെ നല്ലൊരു വെയിറ്റ് ലോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതൊരു ഫാറ്റ് ബേണിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് അല്ല കേട്ടോ. നമ്മുടെ ഒരു ഡൈജഷൻ അല്ലെങ്കിൽ മെറ്റബോളിസത്തെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ്. നിങ്ങൾ ഇങ്ങനെ വിചാരിക്കരുത് ഇത് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാറ്റ് നന്നായിട്ട് കുറയുന്നു. അതിന് നിങ്ങൾ ഭക്ഷണത്തിനും അതുപോലെ തന്നെ എക്സസൈസും അതെന്തായാലും നിങ്ങൾ ചെയ്യണം. അപ്പൊ വെയിറ്റ് ലോസിനായിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ കുടിക്കുക, അല്ലാതെ വെറും വയറ്റിൽ കുടിക്കുക. വെറും വയറ്റിൽ കുടിക്കുമ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ നന്നായിട്ടൊന്ന് കൂടാനും ബോഡിനെ നന്നായിട്ടൊന്ന് ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണിത്. ഇനി ഇത് എത്ര നാള് നമുക്ക് കുടിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി കുടിക്കാം, യാതൊരുവിധ കുഴപ്പമില്ല. ഒരു ഗ്ലാസ് വീതം ഡെയിലി കുടിക്കാവുന്നതുമാണ്. കൂടുതലാകാതിരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഒരു ഗ്ലാസ് വീതം നമുക്ക് കുടിക്കാം. ആരൊക്കെ ഇത് അവോയ്ഡ് ചെയ്യണമെന്ന് നോക്കുകയാണെങ്കിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് ഇത് കുറച്ചൊന്ന് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ബാക്കി ഡൈജഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ എല്ലാവർക്കും സേഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യാനായിട്ട് നോക്കുക. ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ പ്രപ്പോർഷനിൽ കുടിക്കാനായിട്ട് കൂടി നോക്കണം. സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.